കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതം. ഭർത്താവായ പ്രതി യാസിർ എത്തിയത് ബാഗിൽ കത്തിയുമായെന്ന് ദൃക്സാക്ഷി 24നോട് പറഞ്ഞു. കൊല്ലപ്പെട്ട ഷിബിലയുടെ മൃതദേഹം കരികുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. അറസ്റ്റിലായ യാസിറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ലഹരിക്കടിമയായ ഭർത്താവ് യാസിറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാടുള്ള സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി ഇന്നലെ വൈകിട്ടോടെ യാസിർ ഈ വീട്ടിലേക്കെത്തി. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തി വീഴ്ത്തി. 3 വയസ്സുള്ള സ്വന്തം മകൾക്ക് മുന്നിൽ വച്ചായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ നാസർ 24നോട്. ഞാനിവിടെ വരുമ്പോൾ അവന് അവളെ പരിക്കേൽപ്പിച്ചിട്ട് കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തിനെയും പരിക്കേൽപ്പിച്ച് കത്തി വീശി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തപ്പോൾ എൻ്റെ നേരെയും കത്തി വീശി. അപ്പോൾ ഈ ചെറിയ സൈക്കിൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്ത് വീശുകയും ചെയ്തു. അവൻ ആ കാറിലേക്ക് കയറിപ്പോയി. പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ഷിബില ആവശ്യപ്പെട്ടത് യാസിറിനെ പ്രകോപിതനാക്കിയിരുന്നു. യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയത്. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ലെന്ന് ആരോപണമുണ്ട്. കഴുത്തിന് ഗുരുതര പരിക്കേറ്റ ഷിബില ഇന്നലെ രാത്രി മരിച്ചു. പരിക്കേറ്റ മാതാപിതാക്കൾ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നുകളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. പ്രതിയുമായി പോലീസ് ഇവിടെയെത്തി തെളിവെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം കരികുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. യാസിറിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം ഷിബില പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ലഹരിക്കടിമയായ യാസിറിനെതിരെ കൃത്യമായ നടപടി പോലീസ് സ്വീകരിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.